നമസ്കാരം. ദൈവത്തിനെങ്കിലും കുറഞ്ഞ പക്ഷം ഭയമുണ്ടാകണം മനുഷ്യന്. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? കലിയുഗ വരദനാണ് അയ്യപ്പൻ. പക്ഷേ അയ്യപ്പന് പോലും കലികാലമാണെന്ന് പറയേണ്ടി വരും കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ. ലോകത്താരും കണ്ടിട്ടില്ലാത്ത മോശയുടെ അംശപടി ഉൾപ്പെടെ ടിപ്പു സുൽത്താന്റെ സിംഹാസനവും യേശുവിന്റെ രക്തം പുരണ്ട വസ്ത്രവുമൊക്കെ സ്വന്തം ഖജനാവിൽ സൂക്ഷിച്ചിരുന്ന ജോൺസൺ മാവുങ്കൽ എന്ന വൻമരം വീണതിനു ശേഷം കൺമുന്നിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ദൈവത്തിന്റെ സ്വത്ത് കൺകെട്ട് ജാലവിദ്യയിലൂടെ അപ്രത്യക്ഷമാക്കുന്ന പുതിയ അവതാര പിറവിയായിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് പറ്റിയ പറ്റ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനായി മാറുകയും ശബരിമലയിലെ സ്പോൺസറായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തി. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരായ അയ്യപ്പ ഭക്തന്മാർക്കിടയിലെ പാലമായി പ്രവർത്തിച്ചിരുന്ന കറകളഞ്ഞ ദൈവവിശ്വാസി എന്നൊക്കെ വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാനോളം പുകഴ്ത്താം. ശബരിമലയിലെ സ്വർണപ്പാളി, താങ്ങുപീഠം എന്നവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ഇപ്പോൾ ഈ പേര് വാർത്തകളിൽ നിറയുന്നത്. തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം. പുളിമാത്ത് ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ചെറുപ്പകാലം മുതൽക്കേ പിതാവിനൊപ്പം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സഹായത്തിനായി അദ്ദേഹം കൂടുമായിരുന്നു. കൂടാതെ സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിമാരുടെ സഹായിയായും അദ്ദേഹം പ്രവർത്തിച്ചു വന്നു. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരുവിലേക്ക് താമസം മാറുകയായിരുന്നു. ബാംഗ്ലൂരുവിലെ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷങ്ങളോളം പൂജാരിയായി അദ്ദേഹം പ്രവർത്തിച്ചു. എന്നാൽ ക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ പൂജാരി സ്ഥാനത്തു നിന്ന് മാറ്റി. ബാംഗ്ലൂരുവിൽ നിന്ന് പേരെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനുശേഷമാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമലയിൽ മുഖ്യ പരികർമ്മി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ശബരിമല തന്ത്രിമാരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഇങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു. ശ്രീരാമപുര ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന നിലയിലുള്ള തന്റെ ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർത്ഥമായി ഉപയോഗിച്ചു. ശബരിമലയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്തരും തമ്മിലുള്ള പാലമായി അദ്ദേഹം മാറി. സന്നിധാനത്ത് അദ്ദേഹം നിത്യ സന്ദർശകനായിരുന്നു. ശബരിമലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന മട്ടിലായി കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിൽ അയ്യപ്പനേക്കാൾ പിടിപാട് ഉണ്ണികൃഷ്ണനാണ് എന്ന് സാരം. ശബരിമലയിലെ സ്വാധീനത്തിനിടയിലാണ് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കൈവച്ചത്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെത്തി പെട്ടെന്ന് ധനികനായി മാറിയതിനു ശേഷമാണ് അദ്ദേഹം ശബരിമലയിലെ സ്പോൺസറായി മാറിയത്. തിരുവനന്തപുരത്തടക്കം അദ്ദേഹത്തിന് ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും വിവരമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായും അടുത്ത ബന്ധമുണ്ട് എന്ന ചില വിവരങ്ങളും ചിത്രങ്ങളും പുറത്തു വരുമ്പോൾ പരസ്പരം പഴിചാരാനും ഒഴിവുകഴിവ് പറയാനും പോലും പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഉണ്ണികൃഷ്ണനെങ്കിൽ കേരളത്തിൽ പിണറായി മുതൽ അങ്ങ് ഡൽഹിയിൽ സോണിയ വരെയുണ്ട് പരിചയക്കാരൻ. പലർക്കുമൊപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ചിരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നിറഞ്ഞു നിൽക്കുമ്പോൾ പല പ്രമുഖരുടെയും ചിരി കറുക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ള ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് ADGP ആദരിക്കുന്ന ചിത്രവും പുറത്തു വന്നതിലുണ്ട്. ഉന്നതർക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ടിനായി ഇയാൾ പ്രത്യേക സന്ദർശനം ഒരുക്കിയിരുന്നുവെന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം പൂശുന്നതിന്റെയും അന്നദാനത്തിന്റെയും വഴിപാടുകളുടെയും പേരിൽ വ്യാപക പണപ്പിരിവ് നടത്തിയതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ശബരിമലയിലെ സ്വർണപ്പാളി ബാംഗ്ലൂരുവിൽ കൊണ്ടുപോയത് പണപ്പിരിവിന് വേണ്ടിയാണ് എന്നും വിജിലൻസിന് സംശയമുണ്ട്. നടൻ ജയറാമിന്റെ ചെന്നൈയിലുള്ള വീട്ടിലും സ്വർണപ്പാളി എത്തിച്ച് പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചില ധനികന്മാരായ ഒരുപാട് അയ്യപ്പ ഭക്തർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. ഈ ഭക്തന്മാരിൽ നിന്നും തങ്ങളുടെ ബിസിനസിന്റെ ലാഭവിഹിതത്തിൽ ഒരു പങ്ക് ശബരിമലയിലേക്ക് നീക്കിവെക്കുന്ന രീതി പിന്തുടർന്നിരുന്നു. ഒരു ബിസിനസ്സിൽ 3 പങ്കാളികൾ ഉണ്ടെങ്കിൽ അതിനെ 4ആയി ഭാഗിച്ച് 4ാമത്തെ പങ്കാളി അയ്യപ്പനാണ് എന്ന നിലയിൽ ലാഭം മാറ്റിവെക്കുന്ന രീതി ഇവർക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിലുള്ള ധനികരായ നിരവധി ഭക്തന്മാരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തു എന്നാണ് വിവരം. അത്തരത്തിലാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിയാനുള്ള സാഹചര്യത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റി അവസരമാക്കി മാറ്റിയത്. അയ്യപ്പന്റെ പൊന്നു കട്ടെടുത്തിട്ടായാലും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പതിവായി ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയും മടങ്ങുകയും ചെയ്യുന്നത് പോലും വിമാനത്തിലാണ് എന്ന സ്ഥിതിയിലാണ് അദ്ദേഹം.
ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇനി ആരെ വിളിക്കുമെന്നറിയില്ല. എങ്കിലും കലിയുഗ വരദ, നീ തന്നെ നിന്നെ കാത്തുകൊള്ളൂ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച